ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാം ഇഡിക്ക് മുന്നിൽ കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടില്ലെന്ന് നടൻ. ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. അവരൊക്കെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തനാണ് ഞാൻ. അപ്പോൾ എന്റെയും കൂടി കടമയാണ്. ബോർഡ് തീരുമാനപ്രകാരം ഉത്തരവിറക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ. ഇടനിലക്കാരൻ കൽപേഷും ഇഡിക്ക് മുന്നിൽ. UDF-മായി സഹകരിക്കാൻ VS-ന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി A. സുരേഷ് വൈകിട്ട് UDF ജാഥയിൽ പങ്കെടുക്കും. VS-ന്റെ മകൻ നിന്നാൽ മലമ്പുഴയിൽ മത്സരിക്കില്ലെന്നും നിലപാട്. പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ചേക്കും. പാലക്കാട്ട് PK ശശിയെ ഒപ്പം കൂട്ടാൻ UDF. നവകേരള സർവേ തടഞ്ഞ് ഹൈക്കോടതി. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമെന്നും കോടതി. വിധി KSU സംസ്ഥാന സെക്രട്ടറിയുടെ ഹർജിയിൽ. ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് കനത്ത തിരിച്ചടിയെന്ന് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുക്കത്തിലേക്ക് മുന്നണികൾ. ഇടതുമുന്നണി യോഗം ഈ മാസം 23-ന്. BJP-യുടെ കോർ കമ്മിറ്റി യോഗം തുടരുന്നു. VD സതീശന്റെ പുതുയുഗയാത്ര പാലക്കാട്ട്. തൊടുപുഴയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ നഷ്ടമായത് വിലപ്പെട്ട ജീവൻ. മുതലക്കോടത്ത് റോഡരികിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരനായ ജെയ്സ് ബെന്നി മരിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞത് റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക്. പ്രദേശത്ത് വൻ പ്രതിഷേധം. നെയ്യാറ്റിൻകരയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് 26 വിദ്യാർത്ഥികൾക്ക് പരിക്ക്.